ബീഹാറിലെ പുരാതന യൂണിവേഴ്സിറ്റിയായ നളന്ദയുടെ ആർക്കിയോളജിക്കൽ സൈറ്റിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിമനോഹരമായി സംരക്ഷിക്കുന്ന പ്രദേശം. ഇന്ത്യയുടെ അഭിമാനമാണിത്. 2200 വർഷം മുൻപ് മുതൽ നിലനിന്ന ലോകോത്തരമായ ഒരു യൂണിവേഴ്സിറ്റിയുടെ അവശിഷ്ടങ്ങൾ. ഇപ്പോൾ എത്തിയിരിക്കുന്നത് ടെമ്പിൾ നമ്പർ 12 എന്നറിയപ്പെടുന്ന ക്ഷേത്ര കോംപ്ലക്സിന്റെ സമീപത്തേക്കാണ്. ടെമ്പിൾ നമ്പർ 12, 13 എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ അതിനകത്ത് അത്രയും ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നുവെന്ന് ഓർക്കണം. മൊണാസ്ട്രികൾക്കും കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂമുകൾക്കും പുറമെയാണ് ക്ഷേത്രങ്ങൾ. 6-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ നിലനിൽക്കുന്ന ബുദ്ധക്ഷേത്രമാണ് ഇതെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. വലിയൊരു ക്ഷേത്ര കോംപ്ലക്സ് തന്നെയാണിത്. 2 തവണ ഇത് നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് ഗവേഷണങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്. ആദ്യം ഇവിടെയുണ്ടായിരുന്ന ക്ഷേത്രം തകർക്കപ്പെട്ടിരിക്കാം. പിന്നീട് അതേ രീതിയിൽ അതിന്റെ അവശിഷ്ടങ്ങൾക്ക് മീതെ പണിത ക്ഷേത്രമാണ് ഇന്ന് കാണുന്നത്. കിഴക്കോട്ട് ദർശനമുള്ള ഒരു പ്രധാന ക്ഷേത്രവും 4 ഭാഗങ്ങളിലായി ഓരോ ഉപക്ഷേത്രങ്ങളുമാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നളന്ദയിൽ പഠനം പൂർണ്ണമായും ബുദ്ധമത തത്വങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു. അതുകൊണ്ടാണ് ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇത്രയേറെ ക്ഷേത്രങ്ങൾ ഉണ്ടായത്. പ്രധാന ആചാര്യന്മാർ പലപ്പോഴും ക്ലാസുകൾ എടുത്തിരുന്നതും ക്ഷേത്രങ്ങളിൽ വെച്ചാണ്. ക്ഷേത്രത്തോടനുബന്ധിച്ച് പ്രത്യേക പ്രഭാഷണശാലകൾ ഉണ്ടായിരുന്നു. തകർന്നുപോയ കുറേയേറെ ഭാഗങ്ങളുണ്ട്. മണ്ണിനടിയിലായി പോയിരുന്നു ഇതൊക്കെ. ആർക്കിയോളജിക്കൽ സർവേയും അതിനു മുൻപ് തന്നെ ബ്രിട്ടീഷുകാരും എക്സ്കവേറ്റ് ചെയ്തെടുക്കുകയും തകർന്ന ചില ഭാഗങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുകയും ഒക്കെ ചെയ്തതിലൂടെയാണ് ഇതെല്ലാം ഈ കാണുന്ന രൂപത്തിലേക്ക് എത്തിയത്. നളന്ദ പോലുള്ള ആർക്കിയോളജിക്കൽ സൈറ്റുകളെ സംരക്ഷിക്കുന്നതിന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വലിയ സംഭാവന നൽകുന്നുണ്ട്. അക്കാര്യത്തിൽ അവരെ അഭിനന്ദിക്കുക തന്നെ വേണം. ആ കാണുന്നതൊക്കെ മൊണാസ്ട്രി കെട്ടിടങ്ങളാണ്. വിദ്യാർത്ഥികൾ താമസിച്ച് പഠിച്ചിരുന്ന ഇടം. അത്തരം മൊണാസ്ട്രികളുടെ മുന്നിലൂടെയൊക്കെ നടത്തം തുടർന്നു. ഒരു ഭാഗത്ത് പാളത്തിലൂടെ ഓടുന്ന കുറെ ട്രോളികൾ കാണാം. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവിടെ ഉത്ഖനനം നടക്കുമ്പോൾ മണ്ണുമാറ്റാൻ ഉപയോഗിച്ചിരുന്ന റെയിൽ സംവിധാനമാണ്. നളന്ദയുടെ എക്സ്കവേഷൻ ദീർഘവും ശ്രമകരവുമായ ഒരു പ്രോസസ്സായിരുന്നു എന്ന് ഇതെല്ലാം കാണുമ്പോൾ മനസ്സിലാകും. യന്ത്ര സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ബ്രിട്ടീഷുകാർ അത് ചെയ്തത്. നടന്ന് ഞാനിപ്പോൾ കുറെ പടവുകളുള്ള ഒരു കെട്ടിടത്തിന് സമീപത്തേക്കെത്തി. ഇതിവിടുത്തെ ടെമ്പിൾ നമ്പർ 13 ആണ്. ശ്രീബുദ്ധന്റെ വിഗ്രഹത്തോടു കൂടിയ വലിയൊരു ക്ഷേത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതും കിഴക്കോട്ട് ദർശനമുള്ള ക്ഷേത്രമാണ്. വിശാലമായ ഒരു പ്ലാറ്റ്ഫോമിന്റെ മധ്യത്തിലാണ് ക്ഷേത്രം. അതിന്റെ ചുറ്റിലുമായി ഒരു പ്രദക്ഷിണ വഴിയുമുണ്ട്. ചുടുകട്ടകളുടെ വലിയൊരു ലോകം തന്നെയാണ് നളന്ദ. ഓരോ പ്ലാറ്റ്ഫോമും നിർമ്മിച്ചിരിക്കുന്നത് ദശലക്ഷക്കണക്കിന് ചുടുകട്ടകൾ അടുക്കിയാണ്. അങ്ങേയറ്റത്തും അതുപോലെ ക്ഷേത്രങ്ങളൊക്കെ കാണാം. ഞാൻ ടെമ്പിൾ നമ്പർ 13 പ്ലാറ്റ്ഫോമിൽ നിന്നും താഴെയിറങ്ങി അതിനു ചുറ്റും നടന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മാത്രമല്ല, അധ്യാപകരും പുരാതന നളന്ദ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നെന്നോർക്കണം. ഒരു കാലത്ത് ഇവിടുത്തെ പ്രധാനാധ്യാപകനായിരുന്ന ശീലഭദ്രൻ തന്റെ പാണ്ഡിത്യം കൊണ്ട് തെക്ക് കിഴക്കേ ഏഷ്യയിൽ മുഴുവൻ പ്രശസ്തനായിരുന്നു. ഇത് മഹാവിഹാരയാണ്. നളന്ദ മഹാവിഹാര എന്ന കെട്ടിട സമുച്ചയം. ഈ ക്യാമ്പസിലെ ഏറ്റവും പ്രധാന ബുദ്ധവിഹാരം. യൂണിവേഴ്സിറ്റിയിലെ പ്രധാന ആചാര്യനും മറ്റു പ്രമുഖരും വസിച്ചിരുന്ന ഇടമാണ് മഹാവിഹാര. വിവിധ നാടുകളിൽ നിന്നുള്ള ആളുകൾ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ഇവിടുത്തെ ആചാര്യന്മാരെ കാണാൻ വരുന്ന പതിവുണ്ടായിരുന്നു പണ്ട്. എത്ര മനോഹരമായാണ് ഇവിടമെല്ലാം സംരക്ഷിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സംസ്കാരവും പൗരാണികതയും സംരക്ഷിക്കുന്നതിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തുന്ന പ്രയത്നത്തിൽ അവരോട് പ്രത്യേകമായ ബഹുമാനവും ആദരവും തോന്നുകയാണ്. ഓരോ ദിവസവും ഇത് കാണാൻ ധാരാളം ആളുകൾ വരുന്നു. ഇത് ശ്രീലങ്കക്കാരാണ്. നളന്ദയും ബോധ്ഗയയും ഒക്കെ സന്ദർശിക്കുന്ന പാക്കേജ് ടൂറിന്റെ ഭാഗമായി ഒട്ടേറെ ശ്രീലങ്കക്കാർ ഇവിടെ വരുന്നുണ്ട്. പക്ഷേ അവർക്ക് ബീഹാറിലെത്തുമ്പോൾ നമ്മളോട് വേണ്ടത്ര മതിപ്പുണ്ടാകുമോ എന്നേ ഉള്ളൂ സംശയം. പുരാതന നളന്ദയും മറ്റ് ആർക്കിയോളജിക്കൽ സൈറ്റുകളുമൊക്കെ ഒരുവിധം വൃത്തിയോടെയാണെങ്കിലും അവിടേക്കെത്തുന്ന വഴിയോരങ്ങളിലെ ഗ്രാമങ്ങളൊക്കെ മോശമാണല്ലോ. അടുത്തതായി ഞാനെത്തിയത് ടെമ്പിൾ നമ്പർ 3 ലേക്കാണ്.
നളന്ദയിലെ ഏറ്റവും വലുതും ഗംഭീരവുമായ ക്ഷേത്ര കോംപ്ലക്സാണിത്. പൂർണ്ണതയോടെ നിന്ന കാലത്ത് മനോഹരമായ ഒരു നിർമ്മിതി തന്നെയായിരുന്നിരിക്കണം ഇത്. മധ്യത്തിലാണ് ക്ഷേത്രം. അതിന്റെ 4 മൂലയിലും ഓരോ വലിയ ഗോപുരങ്ങളുണ്ടായിരുന്നു. ചെറുതും വലുതുമായ അനേകം സ്തൂപങ്ങളും ക്ഷേത്രത്തിന് ചുറ്റുമുണ്ടായിരുന്നു. 100 അടിയിലേറെ ഉയരമുണ്ട് ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗത്തിന്. 7 ഘട്ടങ്ങളിലായാണ് ഈ ക്ഷേത്ര സമുച്ചയത്തിന്റെ നിർമ്മാണം പൂർത്തിയായതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പല നൂറ്റാണ്ടുകൾക്കിടയിലായിരുന്നു ആ നിർമ്മാണം. ഗുപ്ത കാലഘട്ടത്തിലെ വാസ്തുകലയുടെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായും ടെമ്പിൾ നമ്പർ 3 കണക്കാക്കപ്പെടുന്നുണ്ട്. നൂറ്റാണ്ടുകൾ കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ വന്നുപോയ ഒരിടമാണ് പുരാതന നളന്ദ. അതിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഹുയാങ്സാനിനെ പോലുള്ള ലോകസഞ്ചാരികളുമെല്ലാം ഉണ്ടായിരുന്നു. വീണ്ടും മുന്നോട്ട് നടന്നു. 1.5 ലക്ഷം ചതുരശ്ര മീറ്റർ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുകയാണ് പുരാതന നളന്ദ യൂണിവേഴ്സിറ്റിയുടെ അവശിഷ്ടങ്ങൾ. ഇതുവരെ കണ്ടെത്തിയ ഭാഗങ്ങൾ മാത്രമാണ് ഇതെന്നോർക്കണം. ഞാനിപ്പോൾ മൊണാസ്ട്രി നമ്പർ 1 കയറി ചെല്ലുകയാണ്. ടൂർ ഗൈഡുകൾക്കൊപ്പം ധാരാളം ടൂറിസ്റ്റുകൾ. നളന്ദയിലെ മൊണാസ്ട്രികളിൽ ഏറ്റവും പ്രാധാന്യമാർന്നത് ഇതാണ്. ഈ പ്രദേശത്ത് ആദ്യമായി ഉത്ഖനനം ചെയ്തെടുത്ത കെട്ടിടവും ഇതുതന്നെ. യൂണിവേഴ്സിറ്റി മുദ്രകൾ, ശിലയിലും ലോഹത്തിലും കൊത്തിയ ഇമേജുകൾ, ചുട്ടെടുത്ത കളിമൺ ഫലകങ്ങൾ, കല്ലിലും ലോഹത്തിലുമുള്ള ലിഖിതങ്ങൾ തുടങ്ങിയവയെല്ലാം ഇവിടെ നിന്ന് കണ്ടെടുത്തിരുന്നു. നളന്ദ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായതു മുതൽ വിസ്മൃതിയിലാവും വരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നു പോകുന്ന മൊണാസ്ട്രി എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. നളന്ദയുമായി ബന്ധപ്പെട്ട ഏറ്റവും അധികം വസ്തുക്കൾ ലഭിച്ചതും ഈ കെട്ടിടത്തിൽ നിന്നാണ്. ഇതാണ് മൊണാസ്ട്രിയിലെ മുറികൾ. എല്ലാത്തിനും ഏതാണ്ട് ഒരേ വലിപ്പമാണ്. 8 അടി വീതിയും 10 അടി നീളവുമാണ് മിക്കവാറും എല്ലാ മുറിയുടെയും വിസ്തൃതി. എന്റെ ഇവിടുത്തെ വഴികാട്ടിയായ സുഹൃത്ത് ബിജു തോമസ് മുൻപേ നടക്കുന്നു. ഞങ്ങൾ വന്ന വഴിയെ തന്നെ 5-ാം നമ്പർ മൊണാസ്ട്രിയുടെ ഇടനാഴിയിലൂടെ പുറത്തേക്ക് നടന്നു. നമ്മൾ ഇവിടുത്തെ സഞ്ചാരം അവസാനിപ്പിക്കുകയാണ്. നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ഈ ക്യാമ്പസ് ഏകദേശം മുഴുവനായും കണ്ടുകഴിഞ്ഞു. ഭാരതീയ സംസ്കൃതിയുടെ ഏറ്റവും സുപ്രധാനമായ അഭിമാനങ്ങളിലൊന്നാണിത്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മൾ എത്ര വികസിതമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു നളന്ദ. ലോകത്തെ പല സംസ്കാരങ്ങളെക്കാളും വളരെ മുന്നിലായിരുന്നു നമ്മൾ. ശ്രീലങ്കക്കാരാണ് ഈ ഓറഞ്ചും കറുപ്പും നിറമുള്ള തൊപ്പി വെച്ച് നടക്കുന്നത്. ശ്രീലങ്ക, മ്യാൻമാർ, വിയറ്റ്നാം, ജപ്പാൻ ഇങ്ങനെയുള്ള നാടുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ തീർത്ഥാടകരായി എത്തിയിട്ട് ഇവിടെ വരുന്നത്. വഴിയോരങ്ങൾ മുഴുവൻ ടൂറിസ്റ്റുകൾക്കുള്ള വസ്തുക്കൾ വിൽപ്പനയ്ക്ക് നിരത്തിയ കടകളാണ്. ഇവിടെ ഭേൽപൂരി വിൽക്കുന്നുണ്ട് കുറേ ആളുകൾ. കളർഫുള്ളാണ് ഈ ഭേൽപൂരിയുടെ കട തന്നെ. അരികൊണ്ടുള്ള പൊരിയാണ് പ്രധാന ചേരുവ. പിന്നെ പുഴുങ്ങിയ കടല, പരിപ്പ്, തക്കാളി, സവോള, പുതിനയില എന്നിങ്ങനെ പലതുമുണ്ട്. അതെല്ലാം ഒരു പാത്രത്തിനകത്ത് മിക്സ് ചെയ്തു തരും. ഇങ്ങനെയാണ് അത് വിൽക്കുക. ഭേൽപൂരി ഉത്തരേന്ത്യക്കാരുടെ രസകരമായ സ്നാക്കാണ്. മുംബൈയിൽ ചൗപ്പാത്തിയിലോ ജൂഹുവിലോ ആണ് ഈ വിഭവം ആദ്യമായി ഉണ്ടായതെന്നാണ് ചരിത്രം. പിന്നെ അത് ഉത്തരേന്ത്യ മുഴുവൻ വ്യാപിച്ചു. ഉത്തരേന്ത്യൻ കച്ചവടക്കാർ അതിപ്പോൾ ദക്ഷിണേന്ത്യൻ തെരുവുകളിലും സാർവത്രികമാക്കിയിട്ടുണ്ട്. കാർ റെഡി. സുഹൃത്ത് ഇൻസാഫ് കാർ എടുത്തുകൊണ്ടുവന്നു. ഓരോ കാഴ്ചയും കണ്ടിറങ്ങുമ്പോൾ ഇൻസാഫ് വളരെ ഉത്തരവാദിത്തത്തോടെ വണ്ടി എടുത്തുകൊണ്ടുവരും. തൊടുപുഴക്കാരനാണ് ഇൻസാഫ്. ബിജു തോമസിന്റെ സ്കൂളിലെ ഓഫീസ് സ്റ്റാഫാണ്. ബിജു തോമസും ഇൻസാഫും ഇല്ലായിരുന്നെങ്കിൽ ഈ യാത്രയിൽ ഇത്ര സ്പീഡിൽ നിരവധി കാഴ്ചകളിലേക്ക് പോകാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെ പോകുമ്പോൾ ഒരു തടാകത്തിനടുത്തെത്തുന്നു. സൂരജ്പൂർ തലാബ് എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ കരയിലുള്ള പ്രശസ്തമായ ഒരു നിർമ്മിതിയുടെ അടുത്തേക്കാണ് ഇനി പോകുന്നത്. ഹുയാൻസാങ് മെമ്മോറിയലിലേക്ക്. ലോകപ്രശസ്ത സഞ്ചാരിയായ ഹുയാൻസാങ് ഒരിക്കൽ നളന്ദയിലെത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ സ്മാരകമായി പണിത ഒരു നിർമ്മിതിയുണ്ട് ഇവിടെ. അത് കാണണം. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 99954442. വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്ത് നടക്കുമ്പോൾ മരം കൊണ്ട് പണിത ചൈനീസ് ശൈലിയിലുള്ള ഒരു പടിപ്പുരയിലേക്ക് എത്തുന്നു.
ചൈനയിലെ ഫോർബിഡൻ സിറ്റിയിലോ ഏതോ ചൈനീസ് പുരാനഗരത്തിലോ ആണ് എത്തിയിരിക്കുന്നതെന്ന് തോന്നും. ഹുയാൻ സാങ് മെമ്മോറിയൽ എന്നെഴുതിയ പടിപ്പുര. അതിലേക്ക് നടന്നു ചെന്നു. അകത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ ബീജിംഗിലെ ഫോർബിഡൻ സിറ്റിയിൽ എത്തിയതാണെന്നേ തോന്നൂ. അതേ മട്ടിൽ ലാൻഡ്സ്കേപ്പ് ചെയ്ത് അതേപടി കെട്ടിടങ്ങൾ പണിതിരിക്കുന്നു. ഇത് ഇന്ത്യയിലെ ബീഹാറിലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതെ, ഇത് ബീഹാറിലെ കാഴ്ച തന്നെയാണ്. അതിമനോഹരമായ ഒരു ക്യാമ്പസ്. സായാഹ്നവേലിൽ അതിന്റെ മനോഹാരിത കൂടുന്നു. വലിയൊരു ക്യാമ്പസിൽ പല പല കെട്ടിടങ്ങൾ. ഇവിടെയൊക്കെ വെച്ച് വേണമെങ്കിൽ ചൈനയുടെ പശ്ചാത്തലമുള്ള ഒരു സിനിമ ഷൂട്ട് ചെയ്യാം. ഹുയാൻ സാങ്ങിന്റെ ഒരു പ്രതിമ മുന്നിലുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബാക്ക് പാക്കുമായി ലോകം ചുറ്റിയ സഞ്ചാരി. പുറത്ത് ഭാണ്ഡക്കെട്ടുമായി യാത്ര ചെയ്യുന്ന ഹുയാൻ സാങ്. ആ ഭാണ്ഡക്കെട്ടിന് മുകളിൽ അദ്ദേഹത്തിന്റെ കുടയുണ്ട്. അന്നും യാത്രക്കാരന്റെ ടെക്നോളജി ഇതൊക്കെയായിരുന്നു. 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നയാളാണ് ഹുയാൻ സാങ് എന്നോർക്കണം. അപൂർവമായ ബുദ്ധമത ഗ്രന്ഥങ്ങൾ തേടിയും ബുദ്ധമതത്തെപ്പറ്റി കൂടുതൽ പഠിക്കാനുമാണ് ദുർഘട വഴികൾ താണ്ടി അക്കാലത്ത് അദ്ദേഹം നളന്ദയിലെത്തിയത്. നളന്ദ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് ലോകത്തിന് വിലപ്പെട്ട വിവരങ്ങൾ ലഭിച്ചത് ഹുയാൻ സാങ്ങിന്റെ വിവരണങ്ങളിൽ നിന്നാണ്. നളന്ദയിലെ പ്രധാന ആചാര്യനായിരുന്ന ശ്രീലഭദ്രനെ പറ്റി അറിഞ്ഞാണ് ഹുയാൻ സാങ് നളന്ദയിലെത്തിയത്. നളന്ദയിൽ വർഷങ്ങളോളം താമസിച്ച് അദ്ദേഹം ബുദ്ധമതത്തിലെ ശാസ്ത്രങ്ങൾ മുതൽ ഭാരതീയ വേദങ്ങളും യോഗയും വ്യാകരണങ്ങളുമെല്ലാം പഠിച്ചു. AD 637 മുതലുള്ള 5 വർഷമാണ് ഹുയാൻ സാങ് നളന്ദയിൽ ചെലവഴിച്ചത്. ആദ്യം വിദ്യാർത്ഥിയായിരുന്ന അദ്ദേഹം അവസാന വർഷങ്ങളിൽ അവിടെ അധ്യാപകനുമായിരുന്നു. 1950കളിലാണ് അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ ഒരു സ്മാരകം പണിയാൻ തീരുമാനിക്കുന്നത്. ഹുയാൻ സാങ്ങിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾക്ക് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ചൈനീസ് ഗവൺമെന്റിനെ സമീപിച്ചതോടെ ഈ മെമ്മോറിയലിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി. മെമ്മോറിയൽ നിർമ്മാണത്തിൽ ചൈന സഹകരിക്കുമെന്ന് പ്രഖ്യാപനം വന്നു. പിന്നാലെ 1957 ഹുയാൻ സാങ്ങിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ചൈന ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് കൈമാറുകയും ചെയ്തു. സ്മാരകത്തിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോഴും ഹുയാൻ സാങ്ങിന്റെ ബാക്ക് പാക്കാണ് എന്നെ ആകർഷിച്ചത്. ബാക്ക് പാക്ക് സഞ്ചാരം പുതിയ കാലത്ത് തുടങ്ങിയതാണെന്ന് നമുക്കൊക്കെ ഒരു അഹങ്കാരമുണ്ട്. ബാക്ക് പാക്കേഴ്സ് ആധുനികരാണെന്ന്. അല്ല, ഹുയാൻ സാങ്ങും ബാക്ക് പാക്കറായിരുന്നു. ഞങ്ങൾ അവിടെ നിന്നും പുറത്തിറങ്ങി. ഇപ്പോൾ പോകുന്നത് ഒരു പട്ടണത്തിൽ കൂടിയാണ്. സൂരജ്പൂർ എന്നാണ് ഈ പട്ടണത്തിന്റെ പേര്. സൂരജ്പൂർ ഒരു പുരാതന പട്ടണമാണ്. ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് ഇവിടെ. സൂര്യക്ഷേത്രമാണ്. അവിടെ സൂര്യനെ പ്രാർത്ഥിക്കാൻ ഒരു കുളവുമുണ്ട്. 15ാം നൂറ്റാണ്ടിലാണ് ആ സൂര്യക്ഷേത്രം നിർമ്മിച്ചത്. മറ്റെല്ലാ സൂര്യക്ഷേത്രങ്ങളും കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ സൂരജ്പൂരിലെ ക്ഷേത്രം പടിഞ്ഞാറോട്ട് ദർശനമുള്ളതാണെന്നതാണ് പ്രത്യേകത. നൂറ്റാണ്ടുകളായി ജനം വസിക്കുന്ന പട്ടണമാണിത്. ഇടുങ്ങിയ പാതകളാണ്. ഒരു വണ്ടിക്ക് കഷ്ടിച്ചു പോകാനുള്ള വീതിയേയുള്ളൂ. പക്ഷേ റോഡൊക്കെ BMBC ടാർ ചെയ്തതാണ്. ബീഹാറിൽ ഞാൻ ഇന്നും ഇന്നലെയുമായിട്ടും സഞ്ചരിച്ച ബഹുഭൂരിപക്ഷം സ്ഥലത്തും നല്ല റോഡുകളാണ്. 3000-ൽ താഴെ മാത്രം ആളുകളെ സൂരജ്പൂരിൽ വസിക്കുന്നുള്ളൂ. ചെറിയ ഏരിയ ആയതിനാൽ തിരക്ക് കൂടുതലാണെന്ന് മാത്രം. വലിയൊരു ഗ്രാമമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇടം. വഴി നല്ലതാണെങ്കിലും വഴിയോരത്തെ വീടുകൾ അത്ര പൊലിമയുള്ളതല്ല. വൃത്തിയുള്ള ഒറ്റക്കെട്ടിടം പോലും ഇവിടെയൊന്നും കാണാനുമില്ല. ഇവരുടെ ഒരു സൗന്ദര്യബോധമില്ലായ്മയാണോ അതോ ദാരിദ്ര്യമാണോ പ്രശ്നമെന്നറിയില്ല. പിന്നിലിരിക്കുന്ന ബിജു തോമസ് പറയുന്നത് ഇവിടെ ദരിദ്രാവസ്ഥയിലാണെന്ന് തോന്നുന്ന വീടുകളിലുള്ളവരും സമ്പന്നർ തന്നെയാണ് എന്നാണ്. വയലേലകൾ. അതിനടുത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ചില ഗോശാലകളും കാണുന്നുണ്ട്. ഇനി ഞങ്ങൾ പോകുന്നത് ഭഗവാൻ മഹാവീരന്റെ ജന്മസ്ഥലം കാണാൻ വേണ്ടിയാണ്. ഭഗവാൻ മഹാവീരന്റെ 2ാമത്തെ ജന്മസ്ഥലമെന്നും പറയാം. ഇന്നലെ ഞാൻ മഹാവീരന്റെ ജന്മസ്ഥലമെന്നറിയപ്പെടുന്ന ഒരു ഗ്രാമത്തിലെ ക്ഷേത്രവും മറ്റും സന്ദർശിച്ചിരുന്നു. ഇത് കുണ്ഠൽപൂർ എന്ന സ്ഥലമാണ്. ജൈനമതത്തിലെ ദിഗംബര ശാഖയാണ് മഹാവീരൻ ജനിച്ചത് കുണ്ഡൽപൂരിലാണെന്ന് വിശ്വസിക്കുന്നത്. കാർ അവിടെയെത്തി. ഭഗവാൻ മഹാവീർ ജന്മഭൂമി എന്ന ബോർഡ് വെച്ച ഒരു ഗംഭീര കവാടം. കടന്നു ചെല്ലുന്നത് ഒരു ക്ഷേത്രമുറ്റത്തേക്കാണ്. മഹാവീരന്റെ പൂർണ്ണകായ വിഗ്രഹത്തോടു കൂടിയ ഒരു കോവിൽ.
ഒരു ഭാഗത്ത് നന്ദാവർത്ത് മഹൽ എന്ന വലിയൊരു കെട്ടിട സമുച്ചയം. അതിന് സമീപത്തായി കുറേയേറെ കെട്ടിടങ്ങളും ക്ഷേത്രങ്ങളും. പക്ഷേ ക്ഷേത്രത്തിനകത്ത് ക്യാമറയുമായി പോകാൻ പാടില്ല എന്ന് സെക്യൂരിറ്റി പറഞ്ഞതുകൊണ്ട് മുറ്റത്ത് നിന്ന് ഞാൻ കുറേ ഷോട്ടുകൾ എടുത്തു. ദിഗംബര ജൈന സമൂഹത്തിന്റെ നൂറ്റാണ്ടുകളായുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണിവിടം. ഏതായാലും ക്ഷേത്രത്തിനകത്ത് ഒരു സ്റ്റെപ്പ് കയറാൻ പോലും സെക്യൂരിറ്റിക്കാരൻ അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. സൂരജ്പൂരിലെ തടാകമാണിത്. അതിന്റെ കരയിൽ ഒരു ക്ഷേത്രവുമുണ്ട്. സൂരജ്പൂരിന്റെ പട്ടണഭാഗങ്ങൾ പിന്നിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു. വർദ്ധമാന മഹാവീരന്റെ ജന്മസ്ഥലം സംബന്ധിച്ചുള്ള തർക്കങ്ങൾക്ക് കാരണം ജൈനമതത്തിലെ വിഭാഗങ്ങളാണെന്നാണ് പറയുന്നത്. 90% ജൈനരും വിശ്വസിക്കുന്നത് കുണ്ടൽപൂരാണ് അദ്ദേഹത്തിന്റെ ജന്മദേശമെന്നാണ്. എന്നാൽ ബാസോകുണ്ട് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചതെന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. ഈ പട്ടണത്തിലെ കെട്ടിടങ്ങൾ തന്നെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഭംഗിയുള്ള ഒരൊറ്റ കെട്ടിടം പോലുമില്ല. കേരളത്തിൽ ഇങ്ങനെയൊരു പട്ടണവുമില്ലല്ലോ. തമിഴ്നാട്ടിലും ഇത്രയും വൃത്തികെട്ട കെട്ടിടങ്ങൾ കാണില്ല. ഇങ്ങനെ ഒരു കെട്ടിടം നിലനിർത്തുന്നതിൽ നമുക്കാണെങ്കിൽ ലജ്ജ തോന്നും. ഇവർക്ക് അങ്ങനെയൊന്നുമില്ല. കാര്യം നടന്നാൽ മതി. ഈ കെട്ടിടങ്ങളുടെ അകം വൃത്തിയുള്ളതായിരിക്കാം. പക്ഷേ അവർക്ക് ഒരു സൗന്ദര്യബോധമോ കലാബോധമോ ഇല്ല. ഈ കെട്ടിടങ്ങൾ പണിയുന്ന പരിചയവുമായാണ് ഇവിടെ നിന്നും ആളുകൾ മേസ്തിരിമാരായി കേരളത്തിൽ വരുന്നത്. നമ്മുടെ നാട്ടിലെ കെട്ടിടം പണി ഇനി അല്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഇതുപോലെയൊക്കെ ആയിപ്പോകും. വലിയ വിദ്യാഭ്യാസമോ സാങ്കേതിക ജ്ഞാനമോ ഉള്ളവരല്ല ബീഹാറിലെ ഇത്തരം പട്ടണങ്ങളിലെയും ഗ്രാമങ്ങളിലെയും അതിസാധാരണക്കാർ. ഇന്നാട്ടുകാർ ഇങ്ങനെയൊക്കെ തുടരുന്നതിലാണ് ഭരിക്കുന്നവർക്കും താൽപ്പര്യം. എന്നാൽ കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി വിദ്യാഭ്യാസ രംഗത്ത് ഇവിടുത്തെ ഗ്രാമങ്ങളിൽ പോലും പുരോഗതി ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ നളന്ദ പിന്നിട്ടു. നെൽവയലുകളും ഗോതമ്പ് പാടങ്ങളും നിറഞ്ഞ ഒരു ഭാഗത്തുകൂടി ഓടുമ്പോൾ ഇവിടെ കുറേ വീടുകൾ കാണാം. അവിടെ വണ്ടി നിർത്തി നോക്കിയപ്പോൾ അത് വീടല്ല. വൈക്കോൽ വീടിന്റെ ആകൃതിയിൽ അട്ടിയിട്ട് വച്ചിരിക്കുന്നതാണ്. അതിന്റെ സമീപത്ത് ലോറിയിൽ എന്തോ ചരക്ക് കയറ്റുന്നു. നെല്ലോ ഗോതമ്പോ ആണെന്ന് കരുതിയാണ് ഞാൻ ഇറങ്ങിച്ചെന്നത്. എന്നാൽ അതൊന്നുമല്ല സംഗതി. വൈക്കോൽ ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഇതിവിടെ കാലിവളർത്തൽ നടത്തുന്നിടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒരാൾ ഒരു കറ്റ നെല്ലുമായി വന്നു. അതിലെ നെല്ല് എനിക്ക് കാണിച്ചു തരികയാണ്. നമ്മൾ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു എന്ന മട്ടിൽ ഞാൻ നിന്നു. ഇതൊന്നുമല്ല എനിക്കറിയേണ്ടത്. ഇവിടുത്തെ ബിസിനസ് എന്താണെന്നാണ്. നെല്ലിന്റെ വൈക്കോലരിഞ്ഞ് പൊടിയാക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. എങ്ങനെയാണ് വൈക്കോൽ പൊടിക്കുന്നതെന്ന് കാണിച്ചു തരാമെന്ന് അവർ പറഞ്ഞു. ഇവിടെ ഒരു ഷെഡുണ്ട്. ഷെഡിനകത്ത് ചില യന്ത്രങ്ങളും. ഇവിടെ നിന്നാണ് വൈക്കോൽ പൊടി ഈ ചാക്കിൽ കിട്ടുന്നത്. അത് ഓരോ ദിവസവും ലോറിയിൽ കയറ്റിക്കൊണ്ടുപോകും. ഒരു ഡീസൽ എഞ്ചിനും നെല്ലുകുത്തു മില്ലിലേതുപോലെ ഒരു ചെറിയ യന്ത്രവുമുണ്ട്. കറണ്ട് ഇല്ലാത്തതിനാലാണ് ഡീസൽ എഞ്ചിൻ. ഒരാൾ എന്നെ കാണിക്കാനായി അതിന്റെ ഡെമോൺസ്ട്രേഷനായി വന്നു. എങ്ങനെയാണ് വൈക്കോൽ അരിയുന്നതെന്ന് കാണണമല്ലോ. സിമ്പിൾ മെഷീനാണ്. വൈക്കോൽ പൊടിക്ക് ഇവിടെ ഗ്രാമങ്ങളിൽ വലിയ ഡിമാൻഡുണ്ട്. വൈക്കോൽ അരിഞ്ഞതും പച്ചപ്പുല്ലും കൂടി മിക്സ് ചെയ്തിട്ടാണ് പശുവിനും എരുമയ്ക്കും കൊടുക്കുക. ബീഹാർ എന്നത് പശുക്കളും എരുമകളും നിറഞ്ഞൊരു സംസ്ഥാനമാണ്. എത്ര തീറ്റ കിട്ടിയാലും മതിയാവില്ല. അതുകൊണ്ട് തന്നെ ഓരോ കൊയ്ത്തും കഴിയുമ്പോൾ വൈക്കോൽ പൊടിക്ക് വലിയ കച്ചവടമായിരിക്കും. നല്ല വിലയുമുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം. വൈക്കോലിന്റെ കറ്റയങ്ങ് വെച്ചുകൊടുത്താൽ മതി. ഇവൻ ഇങ്ങനെ അരിഞ്ഞു തള്ളിക്കൊണ്ടിരിക്കും. ഒരു ദിവസം പകൽ മുഴുവൻ അരിഞ്ഞു തള്ളുന്നത് ചാക്കിൽ കെട്ടിക്കൊണ്ടിരിക്കും. വൈകിട്ട് ലോറി വന്ന് ഇത് കൊണ്ടുപോകും. എല്ലാ ദിവസവും വൈകിട്ട് ലോഡ് കയറ്റിക്കൊണ്ടു പോകുന്നതാണ് പതിവ്. കുറച്ചുനേരം അവിടെ നിന്നപ്പോഴേക്കും പൊടി സഹിക്കാൻ വയ്യാതെയായി. ഞാൻ നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. വൈക്കോലിന്റെ പൊടിയെന്ന് പറഞ്ഞാൽ അലർജി ഉണ്ടാക്കുന്നതാണ്. ഇവർ എങ്ങനെയാണ് എല്ലാ ദിവസവും ജോലി ചെയ്യുന്നതെന്നും ഈ പൊടി നിരന്തരമടിച്ച് ബ്രോങ്കൈറ്റിസ് ഉണ്ടാവില്ലേ എന്നും എനിക്ക് സംശയമായി. ഇത് ബീഹാറിന്റെ ഏതൊക്കെയോ ഭാഗത്തേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. 10-12 പണിക്കാരുണ്ട് ഇവിടെ. ഈ ചെറിയ പ്രസ്ഥാനം 10-ലേറെ കുടുംബങ്ങളുടെ ജീവിതോപാധിയാണ്.
പല കൃഷിയിടങ്ങളിൽ നിന്നും വൈക്കോൽ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് അട്ടിയിടുന്നതാണ്. ഒരു പയ്യനാണ് ഇതിന്റെ മുതലാളി. ബീഹാറിലെ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പലയിടത്തും കാണാം ഇത്തരം വൈക്കോൽ അട്ടികൾ. വീട് പണിതിരിക്കുന്നത് പോലെയാണത്. മഴക്കാലത്ത് നനഞ്ഞു പോകരുതല്ലോ. എല്ലാ ദിവസവും ചോപ്പ് ചെയ്ത് ചാക്കിലാക്കില്ല. കുറച്ചു നാളത്തേക്ക് ഇതിവിടെ ഇരിക്കേണ്ടതാണ്. പാൻസ് ഇട്ട് നിൽക്കുന്ന ഈ പൊക്കക്കാരനാണ് ഇതിന്റെ മുതലാളി. ലാലു എന്നാണ് പേര്. കൂടെ നിൽക്കുന്നത് അശോക്, ലാലുവിന്റെ ജീവനക്കാരനാണ്. ലാലു വേറൊരു പയ്യനെയും കൂട്ടിക്കൊണ്ടുവന്നു. സൗരവ് കുമാർ ലാലുവിന്റെ ബന്ധുവാണ്. അവനെ ക്യാമറയിൽ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞു. വൈകുന്നേരം ലോഡിംഗ് ഏതാണ്ട് കഴിയാറായി. എല്ലാവരും വിശ്രമത്തിലാണ്. ഞാൻ അവരോട് യാത്ര പറഞ്ഞു. ലാലുവും സൗരവ് കുമാറുമൊക്കെ യാത്രയാക്കുന്നു. ബീഹാറിലെ മറ്റൊരു ജീവിതക്കാഴ്ച കൂടി പകർത്തി ഇനി ബോധ് ഗയയിലേക്ക്. കാർഷിക ജീവിതവും സംസ്കാരവും ചരിത്രവും പാരമ്പര്യവുമെല്ലാം കണ്ട ഒരു ദിവസത്തിലൂടെയാണ് ഞാൻ ഇന്ന് കടന്നുപോയത്. അങ്ങ് കരിമ്പനകൾക്കപ്പുറത്ത് സൂര്യൻ താഴാൻ തുടങ്ങുന്നു. ഞങ്ങൾ നളന്ദ വിട്ട് തെക്കോട്ട് ബോധ് ഗയ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു.